നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ചപ്പാത്തി, റൊട്ടി, പൊറോട്ടയുടെ ഒക്കെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്ന ദാൽ ബട്ടർ ഫ്രൈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടി ഒരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് നമുക്ക് പരിപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. 3 തരത്തിലുള്ള പരിപ്പാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെറുപരിപ്പും. ഇത്രയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1 ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ടേക്ക് 1 കപ്പ് തുടങ്ങി 1.5 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് 5 വിസിലടിച്ച് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അപ്പോൾ ഏകദേശം ഇത് 5 വിസിലടിച്ച് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ പരിപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ കൂടി തവി കൊണ്ട് ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു കടായി വെച്ച് അതിലോട്ടേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ ഉരുകി വരുന്ന സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, നമ്മുടെ കറി ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബട്ടറിലിട്ട് ചെറുതായി അതിൻ്റെ ആ ഒരു നല്ല മണം വരുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് 1-2 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. ഒരു ചെറിയ സവാള മതിയാകും. ഇനി വലിയ സവാളയൊക്കെ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം തന്നെ ധാരാളമാണ്. അത് ഇതുപോലെ ബട്ടറിലിട്ടിട്ട് നല്ലതുപോലെ സോഫ്റ്റായിട്ട് ചെറുതായിട്ട് കളറ് മാറി വരുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ, അതല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ചെറുതായി മുറിച്ച് ചേർത്താലും മതി. കൂട്ടത്തിൽ ഇനി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കളറുണ്ടാകും. ഇനി ഇതിലോട്ട് നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ്. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ കൂടി തവി കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഉടച്ചു ചേർത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രഷർ കുക്കറിനകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചിട്ട് ഇത് പാത്രത്തിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറി നന്നായി തിള വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദാൽ ബട്ടർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.